പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജഡ്ജിമാർ ബാധ്യസ്ഥരാണെന്ന് സുപ്രീം കോടതി രാജ്യത്തെ കോടതികളെ ഓർമ്മിപ്പിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം അരക്കിട്ടുറപ്പിക്കുന്ന നിർണായക വിധിയിൽ സമൂഹമാധ്യമത്തിൽ കവിത പങ്കുവച്ചതിന് ഉറുദു കവിയും കോൺഗ്രസ് രാജ്യസഭാംഗവുമായ ഇമ്രാൻ പ്രതാപ്ഗഡിനെതിരെ ഗുജറാത്ത് പോലീസ് ഫയൽ ചെയ്ത ക്രിമിനൽ കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. കവിത പങ്കുവച്ചതിന് കേസെടുത്ത ഗുജറാത്ത് പോലീസിനെയും റദ്ദാക്കാൻ വിസമ്മതിച്ച ഗുജറാത്ത് ഹൈക്കോടതിയെ കൂടി വിമർശിച്ചാണ് ജസ്റ്റിസുമാരായ അഭയ് ഓക, ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ വിധി. സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനവും ചിന്തയും പരിഷ്കൃത സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് കോടതി പറഞ്ഞു. ഇതില്ലാതെ ഭരണകൂടത്തിന്റെ 21-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ സാധ്യമല്ല. ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ ഒരു വ്യക്തിയോ സംഘമോ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും മറ്റൊരു കാഴ്ചപ്പാടുകൊണ്ടാണ് നേരിടേണ്ടത്. ഒരാളുടെ കാഴ്ചപ്പാടിനെ ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ആ വ്യക്തിയുടെ അവകാശം മാനിക്കുകയും സംരക്ഷിക്കുകയും വേണം. കവിതയും നാടകവും സ്റ്റേജ് ഷോകളും ആക്ഷേപഹാസ്യവും കലയുമെല്ലാം മനുഷ്യജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. അതിനാൽ കോടതികൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഭരണഘടനയുടെ 19(2) അനുച്ഛേദം അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ 19(1) അനുച്ഛേദം നിഴൽ വീഴ്ത്തരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു.